നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെ അപ്പായാലും രണ്ടോ മൂന്നോ ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. രാജ്യത്ത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചുകൊണ്ടുള്ള നിയമം പ്രാബല്യത്തിലായെങ്കിലും നടപടി പ്രാവർത്തികമാക്കുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നതായി റിപ്പോർട്ട്. നിരോധനം മറികടക്കുവാൻ കുട്ടികൾ VPN ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നതായും പ്രായം തെളിയിക്കുവാനുള്ള സാങ്കേതിക വിദ്യയിൽ പിഴവുകൾ സംഭവിക്കുന്നതായും പരാതികളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മുഖം സ്കാൻ ചെയ്ത് പ്രായം നിർണ്ണയിക്കുന്ന സംവിധാനത്തിലെ പിഴവുകൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 13 വയസ്സുള്ള കുട്ടികൾക്ക് പോലും 30 വയസ്സിന് മുകളിലുള്ളവരാണെന്ന് തെറ്റായി രേഖപ്പെടുത്തി അക്കൌണ്ടുകൾ ഉപയോഗിക്കുവാൻ കഴിയുന്നുമുണ്ട്. കൂടാതെ മുതിർന്ന സഹോദരങ്ങളുടെയോ മാതാപിതാക്കളുടെയോ സഹായത്തോടെയും കുട്ടികൾ പരിശോധന മറികടക്കുന്നുണ്ട്. അതേസമയം നിരോധനം പൂർണ്ണമായി നടപ്പിലാക്കുവാൻ സമയമെടുക്കുമെന്നും നിലവിലുള്ള പഴുതുകൾ ക്രമേണ അടയ്ക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഓസ്ട്രേലിയയുടെ തൊഴിലില്ലായ്മ നിരക്ക് 4.3% തുടരുന്നതായി ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. അതേസമയം അണ്ടർ എംപ്ലോയ്മെന്റ് നിരക്ക് 5.7% നിന്ന് 6.2% ഉയർന്നിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ കഴിവുകൾക്കും വിദ്യാഭ്യാസത്തിനും അനുസരിച്ചുള്ള ജോലിയും വേതനവും ലഭിക്കാതെ വരുന്ന അവസ്ഥയാണ് അണ്ടർ എംപ്ലോയ്മെന്റ്. എന്നാൽ 15 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് 9.7% നിന്ന് 10.2% ഉയർന്നിട്ടുണ്ട്. കൂടാതെ മുഴുവൻ സമയ തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പാർട്ട് ടൈം ജോലിക്കാരുടെ എണ്ണത്തിലെ വർധനവ് ഈ വിടവ് നികത്തിയിട്ടുണ്ട്. അമേരിക്കൻ സന്ദർശനത്തിനൊരുങ്ങുന്ന ഓസ്ട്രേലിയൻ പൌരന്മാർ സോഷ്യൽ മീഡിയ ഇടപെടൽ രേഖകൾ സമർപ്പിക്കണമെന്ന നിർദ്ദേശം. ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷൻ അപേക്ഷയിലാണ് ഈ പുതിയ മാറ്റങ്ങൾ ആവശ്യമുള്ളത്. വിനോദസഞ്ചാരികൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉപയോഗിച്ച ഏതെങ്കിലും ഫോൺ നമ്പറുകൾ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉപയോഗിച്ച ഇമെയിൽ വിലാസങ്ങൾ, ഫേസ് ഐഡന്റിറ്റി, വിരലടയാളം, DNA, ഐറിസ് ബയോമെട്രിക് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നാണ്. നിലവിൽ വിസയില്ലാതെ യുഎസിൽ പ്രവേശിക്കുവാൻ അനുമതിയുള്ള 42 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ നിർബന്ധിത വെളിപ്പെടുത്തൽ ബാധകമാകും. വെസ്റ്റേൺ ഓസ്ട്രേലിയൻ തലസ്ഥാനമായ പെർത്തിൽ 2 ഇടങ്ങളിൽ പടർന്നു പിടിച്ച കാട്ടുതീ ജനജീവിതത്തെയും ഗതാഗതത്തെയും സാരമായി ബാധിച്ചു. കാൻബേക്ക്, ബോൾസ്ബ്രോക്ക് എന്നീ ഭാഗങ്ങളിലാണ് അടിയന്തര സാഹചര്യമുള്ളത്. ജീവനും സ്വത്തിനും ഭീഷണിയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളവരോട് ഉടൻ തന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുവാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ പടരുന്ന തീ ഇതുവരെ 93 ഹെക്ടറിലധികം സ്ഥലം നശിപ്പിച്ചു. പുകപടലങ്ങൾ കാരണം പെർത്ത് എയർപോർട്ടിന്റെ പ്രധാന റെയിൽവേ അല്പനേരത്തേക്ക് അടച്ചിടേണ്ടി വന്നു. വെൽഷ്പൂളിൽ നിന്നും ക്വീൻസ്ലാൻഡിലേക്കുള്ള ചരക്ക് തീവണ്ടി ഗതാഗതവും നിർത്തിവച്ചു. സിഡ്നിയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള സംഭരണശാലയിൽ നടന്ന റെയ്ഡിൽ സിലിക്കൺ മാസ്ക്, ഗ്രനേഡ് തോക്കുകൾ, 15,000 റൌണ്ട് വെടിയുണ്ടകൾ എന്നിവ കണ്ടെത്തി. റൈവ്സ്ബിയിലെ മിൻമെറ റോഡിലുള്ള സംഭരണശാല കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് വെടിക്കോപ്പുകൾ കണ്ടെത്തിയത്. $1,40,000 ഗ്രനേഡ് ഉൾപ്പെടെയുള്ള നിരവധി ആയുധങ്ങളും കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഇവയ്ക്ക് പുറമെ 16 ഇലക്ട്രോണിക് സ്റ്റൺ ഉപകരണങ്ങൾ, കൈവിലങ്ങുകൾ, സൈലൻസറുകൾ ഉൾപ്പെടെയുള്ള തോക്കുകളുടെ ഭാഗങ്ങൾ, ട്രാക്കിംഗ് ഉപകരണങ്ങൾ, കത്തികൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പാരച്യൂട്ട് അപകടത്തിൽപ്പെടുന്നതിന് മുമ്പായി അത്ഭുതകരമായി രക്ഷപ്പെട്ട സ്കൈ ഡ്രൈവർ. വടക്കൻ ക്വീൻസ്ലാൻഡിലുള്ള ടള്ളി വിമാനത്താവളത്തിന് സമീപം നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സെപ്റ്റംബർ 20-ന് 17 സ്കൈ ഡൈവർമാരുമായി പറന്നുയർന്ന വിമാനത്തിൽ നിന്നാണ് അപകടമുണ്ടായത്. വിമാനത്തിന്റെ വാതിലിനടുത്തെത്തിയ ആദ്യമെത്തിയയാളുടെ റിസർവ് പാരച്യൂട്ട് അബദ്ധത്തിൽ തുറക്കുകയും ഇയാൾ പുറത്തേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. പാരച്യൂട്ട് വിമാനത്തിന്റെ ടൈലിൽ കുടുങ്ങിയതോടെ ഇയാൾ 15,000 അടി ഉയരത്തിൽ തൂങ്ങിക്കിടന്ന അവസ്ഥയിലായി. സംയോജിതമായ ഇടപെടലിലൂടെ ഇയാൾ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പാരച്യൂട്ടിന്റെ വള്ളികൾ മുറിച്ചുമാറ്റി വിമാനത്തിൽ നിന്ന് സ്വയം വേർപെട്ട് രക്ഷപ്പെടുകയായിരുന്നു. ഓസ്ട്രേലിയയുടെ ഉത്ഭവത്തെക്കുറിച്ച് ആത്മീയ നേതാവ് പൂക്കി ബാബ എന്ന അനിരുദ്ധാചാര്യ നടത്തിയ പരാമർശം സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. ശ്രീരാമൻ ശ്രീലങ്കയിൽ
രാവണനെ പരാജയപ്പെടുത്തിയത് മുതൽ ഓസ്ട്രേലിയയുടെ ചരിത്രം ആരംഭിച്ചുവെന്നാണ് അനിരുദ്ധാചാര്യ വിശദീകരിക്കുന്നത്. രാമരാവണ യുദ്ധത്തിന് ശേഷം ആയുധങ്ങൾ സൂക്ഷിക്കുവാൻ കണ്ടെത്തിയ ആസ്ത്രാലയം ആയുധപുരയാണ് പിന്നീട് ഓസ്ട്രേലിയ ആയതെന്നാണ് കുക്കി ബാബ വിശദീകരിച്ചത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ലൈംഗിക പീഡന പരാതിയിൽ അകപ്പെട്ട ഒളിവിൽ പോയ പാലക്കാട് എംഎൽഎയും മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തി. രാഹുലിനെതിരെ പോലീസ് എടുത്ത കേസുകളിൽ അറസ്റ്റ് തടയുകയും മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തതോടെയാണ് രാഹുൽ ഒളിവിൽ നിന്നും പുറത്തുവന്നത്. പാലക്കാട്ടെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. രണ്ടാം ബലാത്സംഗ കേസിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് റദ്ദ് ചെയ്യണമെന്നാണ് സർക്കാർ ആവശ്യം. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും ഹർജിയിൽ പറയുന്നു. ഗവർണർക്ക് കനത്ത തിരിച്ചടി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ സുപ്രീംകോടതി നിയമിക്കും. വിസി നിയമനത്തിൽ സ്തംഭനാവസ്ഥ തുടരുന്നു. മുഖ്യമന്ത്രിക്കും ചാൻസലറും സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയും ചാൻസലറും തമ്മിൽ കത്തുകളുടെ കൈമാറ്റം ഒഴികെ മറ്റൊന്നും ഉണ്ടായില്ലെന്നും കോടതി വ്യക്തമാക്കി. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം. സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഈ മാസം 16 മുതൽ 29 വരെയാണ് ജാമ്യം. 29 വൈകുന്നേരം കീഴടങ്ങണം. സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുവാനോ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുവാനോ ചെയ്യരുത്. വിമാന സർവീസ് റദ്ദാക്കിയതിൽ വലഞ്ഞ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച ഇൻഡിഗോ. നഷ്ടപരിഹാരമായി 5000 രൂപ മുതൽ 10000 രൂപ വരെ നൽകും. പുറപ്പെടുന്ന സമയത്തിന് 24 മണിക്കൂറിൽ വിമാനങ്ങൾ റദ്ദാക്കിയ യാത്രക്കാർക്കാണ് നഷ്ടപരിഹാരം നൽകുക. പ്രതിസന്ധി ഗുരുതരമായി ബാധിച്ച ഉപഭോക്താക്കൾക്ക് 10000 രൂപയുടെ യാത്രാ വൗച്ചറുകളും നൽകും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.